രണ്ടാമൂഴം എന്ന കൃതിക്ക് ദൃശ്യഭാഷ്യം ഒരുക്കുക എന്ന നിളയുടെ കഥാകാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി നിളാനാഥ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 5ാം വേദിയിൽ അരങ്ങേറിയ കേരള നടനത്തിലാണ് കോഴിക്കോട് ചെളന്നൂർ AKKR ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നിളാനാഥ് രണ്ടാമൂഴം അവതരിപ്പിച്ചത്. എന്നിട്ട് MTക്ക് ആദരമർപ്പിച്ചത്. വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു തന്റെ ഏറെ പ്രശസ്തമായ കൃതി രണ്ടാമൂഴം ദൃശ്യവൽക്കരിക്കുക എന്നത്. കോഴിക്കോട് ചേളന്നൂർ AKKR ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി നിളാനാഥിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു MTയുടെ മുൻപിൽ രണ്ടാമൂഴത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിക്കുക എന്നത്. എന്നാൽ MTയുടെ ജീവിത കാലയളവിൽ രണ്ടും നടന്നില്ല. മഹാനായ കഥാകാരൻ സ്മൃതിപഥത്തിലേക്ക് യാത്രയായി ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങിൽ നിളാനാഥിലൂടെ രണ്ടാമൂഴം കാണികൾക്ക് മുൻപിലെത്തി. പ്രശസ്ത നൃത്ത അധ്യാപകനായ കലാമണ്ഡലം സത്യവ്രതനാണ് കേരള നടനത്തിൽ നിളാനാഥിന്റെ ഗുരു. രണ്ടാമൂഴം പോലൊരു മഹത്തായ കൃതി കേവലം 15 മിനിറ്റ് ദൈർഘ്യമുള്ള കേരള നടനമായി രൂപപ്പെടുത്തിയെടുക്കാൻ ദീർഘനാളത്തെ പരിശീലനം വേണ്ടി വന്നു എന്ന് നിളാനാഥ് പറയുന്നു. ഒരുപാട് ദിവസത്തെ പ്രാക്ടീസും കഷ്ടപ്പാടും ഒക്കെ കൂടിയാണ് നമ്മൾ സ്റ്റേജ് കാണുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം, കഷ്ടപ്പാട് സാറിനും എത്ര ക്ലാസ്സിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. വീട്ടുകാർ, ഫാമിലി, സ്കൂള് എല്ലാവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ എത്ര നന്നായി ചെയ്യാൻ പറ്റിയത്. അപ്പം എല്ലാം ഐശ്വര്യം നടന്നു. MTക്ക് വേണ്ടി എൻ്റെ ഒരു സമർപ്പണം പോലെ ആയിരുന്നു. ആഴമേറിയ വിഷയമായതിനാൽ തന്നെ സാത്വിക അഭിനയമാണ് ഇതിൽ അനിവാര്യമായത്. ഈ നൃത്താവതരണം MTക്കുള്ള സമർപ്പണമാണെന്ന് നിളാനാഥിന്റെ നൃത്തഗുരു കലാമണ്ഡലം സത്യവ്രതന്റെ വാക്കുകൾ. പക്ഷേ ഇതൊരു ആഴമേറിയ സബ്ജക്റ്റിലൊരു വിഷയമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ സ്വാത്വിക അഭിനയമാണ് കൂടുതൽ, അതായത് ഉള്ളിൽ നിന്ന് വരുന്ന അഭിനയമാണ് ചെയ്യുന്നത്. വളരെ വിഷമമാണ്, എല്ലാ കുട്ടികൾക്കും ഇത് പഠിക്കാനും പറ്റില്ല. അപ്പം ഇത് കുറേ കഥാപാത്രങ്ങളെ കണ്ടെത്തി അതിലെ മുഹൂർത്തങ്ങളെ കണ്ടെത്തി വളരെയധികം ബുദ്ധിമുട്ടിച്ചാണ് ചിട്ടപ്പെടുത്തിയത്. പക്ഷേ നേരത്തെ നിള പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് വാങ്ങിയിട്ട് MTയുടെ മുമ്പിൽ ഇതൊന്ന് അവതരിപ്പിക്കണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് നടന്നില്ല. എന്തായാലും നമ്മൾ ലോകത്തിനെ വിട്ടുപോയ ആ വലിയ മനുഷ്യന് ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. മലേഷ്യ, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലും ഇന്ത്യയിൽ 17 സംസ്ഥാനങ്ങളിലും നിളാനാഥ് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ബൈജു യങ് ജീനിയസ് അവാർഡ്, ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ്, ബാല ഓജസ് അവാർഡ് തുടങ്ങി നിരവധി ദേശീയ പുരസ്കാരങ്ങളും ഈ കൗമാര നൃത്തപ്രതിഭ സ്വന്തമാക്കിയിട്ടുണ്ട്. നിളയുടെ കഥാകാരനായ MTയുടെ രണ്ടാമൂഴം ദൃശ്യവൽക്കരിക്കപ്പെട്ടത് നിളയെന്ന വിദ്യാർത്ഥിനിയിലൂടെയാണ് എന്നത് ഒരു യാദൃശ്ചികതയാവാം. നിളയിലൂടെ, വേദികളിലൂടെ MTയുടെ കൃതികൾ ഇനിയും പ്രേക്ഷക മനസ്സുകളിലേക്ക് അനുസ്യൂതം ഒഴുകട്ടെ. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.